എൻ്റെ അഭിപ്രായത്തിലും ഇത് ലഭിക്കാവുന്നതിൽ വെച്ച് മികച്ച സ്ഥാനാർത്ഥി പട്ടികയാണ് നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇതിൽ ഒരു സീറ്റിൽ മാത്രം എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നത്, അഥവാ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെയല്ല സംഭവിച്ചത്. അത് സംഭവിച്ചതാവട്ടെ കാസർഗോഡാണ്. കാസർഗോഡ് എം വി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറിയെ ഇറക്കുമ്പോൾ അവിടെ ടി വി രാജേഷിൻ്റെ പേരാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേട്ടത്. ടി വി രാജേഷിന് കല്യാശ്ശേരിയിലും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് കാസർഗോഡ് മണ്ഡലത്തിലുമുള്ള സാന്നിധ്യം ഒരു വലിയ പോസിറ്റീവായിട്ട് കണക്കാക്കിയിരുന്നു, ഒരു സാധ്യതയായിട്ട് കണക്കാക്കിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്ന പ്രതീതി ഞാൻ കാസർഗോഡ് പോയപ്പോൾ തന്നെ, കാസർഗോഡ് വോട്ടർമാർക്കിടയിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്തൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ എം വി ബാലകൃഷ്ണനെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. അതിന് പല കാരണങ്ങളുണ്ടാവാം, അത് നമുക്ക് എന്തായാലും അറിയില്ല. അതൊഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളതെല്ലാം വളരെ എഫക്റ്റീവായി കണ്ടസ്റ്റ് ചെയ്യാൻ കഴിയുന്ന, ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ തന്നെയാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ CPM ഈ കരുത്തരെ ഇറക്കാനുള്ള രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ആ പദവി നിലനിർത്താൻ വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ദേശീയ പാർട്ടി സ്റ്റാറ്റസ് നിലനിർത്തുക? നിലവിൽ 6% വോട്ടുകൾ ചുരുങ്ങിയത് 4 സംസ്ഥാനങ്ങളിൽ നിന്നായി ആ പാർട്ടിക്ക് ലഭിച്ചിരിക്കണം. ഇതാണൊരു പ്രധാനപ്പെട്ട കണ്ടീഷൻ. അതല്ലെങ്കിൽ 4 ലോക്സഭാ സീറ്റുകളിലേക്ക് ആ പാർട്ടിക്ക് വിജയിക്കാൻ സാധിച്ചിരിക്കണം, മിനിമം 3 സ്റ്റേറ്റുകളിൽ നിന്നായി. അപ്പോൾ ഈ കണ്ടീഷനിൽ നിൽക്കുന്നൊരു പാർട്ടിക്ക് നിലവിലത് സാധ്യമാവുന്നില്ല. അപ്പോൾ നിലവിൽ കേരളം ഒഴിച്ചു നിർത്തിയാൽ, തമിഴ്നാട് 2 സീറ്റുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരു വിജയസാധ്യത, രാജസ്ഥാനിലുണ്ടായിരുന്ന വിജയസാധ്യത പോലും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയി. കാര്യം കോൺഗ്രസ് അവിടെ പിന്തുണ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ 2000 വോട്ടിനാണ് രാജസ്ഥാനിൽ CPM സ്ഥാനാർത്ഥി പരാജയപ്പെട്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ തവണ നിയമസഭ. അപ്പോൾ അതിൻ്റെ അർത്ഥം CPIM ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ നിലനിൽക്കണമെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓൾറെഡി CPIക്ക് ദേശീയ പാർട്ടി സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു, തൃണമൂൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു, ആം ആദ്മി പാർട്ടിക്ക് സ്റ്റാറ്റസ് കിട്ടി, അപ്പോൾ NCPക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തതിന് വരാൻ പോകുന്നത് CPIമിലേക്കാണ്. ദേശീയ പാർട്ടി സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടാൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ മത്സരിക്കാൻ പോകുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരിക്കും. അത് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്നേവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒന്നാണ്. പാർട്ടിക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കരുത്തര് തന്നെ കളത്തിൽ ഇറങ്ങണം. രണ്ടാമത്തത്, നമ്മളുടെ സർവേയിലടക്കം പ്രതിഫലിക്കുന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ. പിണറായിയുടെ രണ്ടാമത്തെ ടേം ആദ്യ ടൈമിൽ നിന്ന് മോശമായിരുന്നു എന്ന് ഏകദേശം 70% ആളുകൾ നമ്മുടെ സർവേയിൽ തന്നെ പറയുന്നൊരു സാഹചര്യത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ. അപ്പോൾ തിരഞ്ഞെടുപ്പിലൊരു വോട്ടർ പാർട്ടിക്ക് വോട്ട് ചെയ്യുമ്പോൾ പാർട്ടി ഈ സർക്കാരിൻ്റെ വിലയിരുത്തൽ അതൊരു ഘടകമാണ്, പക്ഷേ പ്രധാന ഘടകമല്ല. കാര്യം നാഷണൽ വോട്ടിംഗ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് സംസ്ഥാന വോട്ടിങ്ങിൽ നിന്ന്. പക്ഷേ അപ്പോഴും അവിടെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥി ഇറക്കി പരീക്ഷ നടത്തുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്, ഒരു പോളിറ്റ് ബ്യൂറോ അംഗമാണ്, 3 MLA മാരാണ് മത്സരിക്കുന്നത്, അല്ലേ? ഇവിടെ 3 MLA-മാരോ 4 MLA-മാരാണ് ഇപ്പോൾ മന്ത്രിയടക്കം 4 MLA-മാരെ ഇറക്കുന്നത് ഈ പറയുന്ന സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ച് ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്, ഇതൊരു ഫൈറ്റിംഗ് പൊസിഷനാണ്. അതിൽ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലാണ് പാർട്ടി ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഇനി സ്ഥാനാർത്ഥികളിലേക്ക് വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞു കാസർഗോഡാണ് ഇതിലൊരു വിജയസാധ്യത ഉണ്ടായിരുന്നു. ടി വി രാജേഷിന് പകരം എം വി ബാലകൃഷ്ണനെ അവിടേക്ക് അയക്കുന്നതിലൂടെ നമുക്കറിയില്ല ഇനി ആ ഇക്വേഷൻസ് എങ്ങനെയാണ് ശരിയായി വരുന്നതെന്ന്. പക്ഷേ കണ്ണൂരിലും വടകരയിലും പാർട്ടിക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വടകരയിൽ ശൈലജ ടീച്ചർ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയിട്ട് കഴിഞ്ഞ തവണ വിജയിപ്പിക്കാൻ ശ്രമിച്ചതാണ്. ആരെയാണ്? PJ രാജനെ. പക്ഷേ PJ രാജനും സതീദേവിയും ഈ പറയുന്ന TP ചന്ദ്രശേഖരനും ഒക്കെ അവിടെ കൃത്യമായിട്ട് പ്രവർത്തിച്ചു. അവിടെ TP ഒരു വളരെ പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയായിരുന്നു മറ്റു ഫാക്ടറികളോടൊപ്പം. അതേസമയം കണ്ണൂരിൽ ഇത്തവണ നമ്മുടെ സർവേയിൽ പറയുന്നത് പോലെ തന്നെ അവിടെ MP എന്ന നിലയിൽ K സുധാകരനെതിരെ ശക്തമായ ഒരു വികാരമുണ്ട്. പക്ഷേ K സുധാകരനാണ് മത്സരിക്കുന്നതെങ്കിൽ അവിടെ ഒരു മൃദു ഹിന്ദു വോട്ടുകൾ K സുധാകരന് അനുകൂലമായിട്ട് ക്രോഡീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവിടെ പാർട്ടി മെഷീനറിയെ കൃത്യമായിട്ട് അറിയാവുന്ന, വളരെ കൃത്യമായി പ്രാദേശികമായി അണികൾക്കിടയിൽ, ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി പ്രവർത്തകർക്കിടയിൽ അത് ചലിപ്പിക്കാൻ കഴിയുന്ന നേതാവാണ് MV ജയരാജൻ. അതുകൊണ്ട് തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ കണ്ണൂരിൽ മത്സരിക്കാൻ വരുന്നു എന്നുള്ളത് കണ്ണൂരിൽ വളരെ തീപാറുന്ന പോരാട്ടത്തിന് സാധ്യത ുണ്ട്. എറണാകുളത്തിൻ്റെ കാര്യം നമുക്കറിയില്ല, കാരണം ഈ സ്ഥാനാർത്ഥിയെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല, ഞാൻ മറ്റെങ്ങും കണ്ടിട്ടുമില്ല, KJ ഷൈൻ. പക്ഷേ KJ ഷൈന് ഒരുപക്ഷെ ലാറ്റിൻ സമവാക്യങ്ങളിൽ ഒരു ഏതെങ്കിലും തരത്തിലൊരു ചെറുത്തുനിൽപ്പ് കൊടുക്കാൻ കഴിയുന്നില്ല, അവർക്ക് മാത്രമെന്ന് പാർട്ടി കരുതിയതുകൊണ്ടായിരിക്കുമല്ലോ ആ പാർട്ടി ഹൈബീഡിനെതിരെ. പക്ഷേ അതൊരു വലിയ കടുത്ത മത്സരമാകുമെന്ന് ആദ്യഘട്ടത്തിൽ ഞാൻ കരുതുന്നില്ല. വളരെ പ്രധാനപ്പെട്ടത് എവിടെയാണ്? പൊന്നാനിയിലാണ്. പൊന്നാനിയിൽ എന്തുകൊണ്ടാണ് KS ഹംസയെ ഇറക്കിയത്? അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണം നേരത്തെ ആവർത്തിച്ചിട്ടുണ്ട്. ഹുസൈൻ രണ്ടത്താണിയുടെ കാര്യത്തിൽ ആവർത്തിച്ചു, അവിടെ കൊണ്ടുവന്നു. പക്ഷേ ഹുസൈൻ രണ്ടത്താണി മത്സരിക്കുമ്പോൾ 84,000 വോട്ടിന് ഹുസൈൻ രണ്ടത്താണി പരാജയപ്പെടുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് സാക്ഷാ PV അൻവറിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന സമയത്ത് 2 ലക്ഷത്തിനടുത്ത വോട്ടുകൾക്കാണ് പൊന്നാനിയിൽ
LDF പരാജയപ്പെടുന്നത്. അതിന് തൊട്ട് മുമ്പ് കൊണ്ടുവരുന്നത് അബ്ദുറഹ്മാനെയാണ്. അതും കോൺഗ്രസിൽ നിന്ന് പിളർത്തിക്കൊണ്ടുവരുന്നു. വിമതരെ ഇളക്കിക്കൊണ്ടുവന്ന് അവിടെ മുസ്ലിം സമുദായത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും വിമത വോട്ടുകളെ കേന്ദ്രീകരിക്കാൻ കഴിയുമോ എന്നതാണ്. പക്ഷേ ഇതവണ കോൺഗ്രസിൽ നിന്നല്ല ഇളക്കിയിരിക്കുന്നത്, ലീഗിൽ നിന്നാണ് ഇളക്കിയിരിക്കുന്നത്. ലീഗിൽ അത്രമേൽ വലിയ സ്വാധീനമുള്ള നേതാവാണോ KS ഹംസ എന്ന് എനിക്കറിയില്ല. KS ഹംസയെ പുറത്താക്കുമ്പോൾ തന്നെ അത് വാർത്തയെങ്കിലും ഒരു വലിയ രീതിയിലുള്ളൊരു വാർത്തയോ തീ പിടിക്കുന്ന വാർത്തയോ ഒന്നും ആയിരുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് തെക്കോട്ട് എനിക്കൊന്ന് ഈ കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചതിൻ്റെ പേരിൽ മാത്രമല്ല, ജില്ലാ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതിൻ്റെ പുറത്താണ് അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടായത്. പക്ഷേ KS ഹംസ ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ മുസ്ലിം വോട്ടുകളിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെ BJPക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഇന്ത്യ ബ്ലോക്കിനെ ഭിന്നിപ്പിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയാണത് വർക്കൗട്ട് ചെയ്തതെന്ന് ഇനി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നെ സംബന്ധിച്ച് വസീഫിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സീറ്റ് കൊടുക്കാമായിരുന്നു എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ യൂത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത ഒരാളാണ് വസീഫിനെ ഇട്ടിരിക്കുന്നത് മലപ്പുറത്താണ്. അത് മലപ്പുറത്ത് നിലവിൽ ഒരു വിജയ സാധ്യതയും മാത്രത്തിൽ പാട്ട് തന്നെ കണക്കാക്കാത്തൊരു മണ്ഡലമാണ്. VP സാനുവിന് മലപ്പുറം എന്നത് മാറി വസീഫിന് മലപ്പുറം എന്ന നിലയിലേക്ക് എത്തി എന്നത് മാത്രം ഒഴിച്ചു നിർത്തിയാൽ ആ അർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ മികച്ച സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. ഞാൻ തെക്കോട്ട് വന്നിട്ടില്ല, കാര്യം തെക്കോട്ട് അതിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. പത്തനംതിട്ടയിൽ TM തോമസ് ഐസക് ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ്, സാധ്യത ഇല്ലാതില്ല. രാജു എബ്രഹാമിന് നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷേ രാജു എബ്രഹാമിനേക്കാൾ തോമസ് ഐസക്കിനെ നിർത്താനുള്ള കാരണം തോമസ് ഐസക്കിൻ്റെ വ്യക്തിപ്രഭാവത്തിന്, അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് പെർസ്യൂട്ടിന് പത്തനംതിട്ടയിൽ ഒരു പൊളിറ്റിക്കൽ ജോഗ്രഫി ഉണ്ടല്ലോ. ആ പൊളിറ്റിക്കൽ ജോഗ്രഫിയിൽ അദ്ദേഹത്തിനൊരു സപ്പോർട്ടുണ്ട് അവിടെ. അത് സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല കേട്ടോ, അവിടുത്തെ ഒരു മധ്യവർഗ എലീറ്റ് ആസ്പയറിംഗ് പ്രവാസി സമൂഹത്തിൻ്റെ ഒക്കെ പിന്തുണ തോമസ് ഐസക്കിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തോമസ് ഐസക്കിനെ എൻകാഷ് ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ അർത്ഥത്തിൽ അതൊരു മികച്ച പട്ടികയാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. രണ്ട് കാര്യങ്ങളിൽ എനിക്ക് റിസർവേഷൻ ഉള്ളത്. കാസർഗോഡ് MV ബാലകൃഷ്ണന് പകരം ഒരുപക്ഷേ TV രാജേഷ് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ കഴിയുമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാടാണ്. അത് ഞാൻ പറയാതെ പോയി. പാലക്കാട് സ്വരാജിന് നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷേ സ്വരാജിന് പകരം അവിടെ വിജയരാഘവനാണ്, പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. പക്ഷേ VK ശ്രീകണ്ഠനാണ്. VK ശ്രീകണ്ഠന് അനുകൂലമായ തരംഗം അവിടെയുണ്ട്. അദ്ദേഹത്തിന് MP എന്ന നിലയിലുള്ള മികച്ച അംഗീകാരം ആ മണ്ഡലത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ സർവേ പ്രകാരം. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു ഡോ ഡൈ സിറ്റുവേഷനിൽ ലഭ്യമായതിൽ മികച്ചത് എന്നതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.